വിഷമമുണ്ടെന്ന്. ഈ ഇതിന് പ്രവാസമുണ്ട്, മോഹൻലാലുണ്ട്. നമ്മളൊരു മോഹൻലാലിനെയൊക്കെ കണ്ടിട്ടില്ല ഒരു സിനിമയ്ക്ക് വരണത്. തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മികച്ച ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പ്രവാസിനെ പോലുള്ളവരുടെയൊക്കെ ഡേറ്റ് കിട്ടുമ്പം അത്ര നല്ല സിനിമ എടുക്കണ്ടേ? ഇത് തിയേറ്ററിൽ ഇരുന്ന് കോമാളി വേഷം കിട്ടുന്ന ആൾക്കാരെല്ലാവരും തിയേറ്ററിൽ ഇരുന്ന ഒരാൾ പോലും മനസ്സിരുത്തി സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് പക്ക കണ്ണപ്പയല്ല, ഇത് വേറൊരു പേര് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലൻ ജോസ് പെരേരയുടെ അതായത് ഷോർട്ട് ഫിലിമില്ലേ, അതിന് ഇതിലും നിലവാരമുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത മോഹം എന്ന് പറയുന്ന ഓറഞ്ച് മീഡിയ കടമുണ്ട്. മോഹം എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം 18 ലക്ഷം ആൾക്കാർ കണ്ട ഷോർട്ട് ഫിലിം. അതൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തെരുവോരെങ്കിലും നടക്കണം. അത്രയും ഇത് കുടുംബാധിപത്യമാണ്. പുള്ളിയുടെ അപ്പനും പുള്ളിയുടെ കൊച്ചുമോനും കൂടെ വന്ന് അഭിനയിച്ചേക്കാണ്. ഈ നടൻ്റെ നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്കി. ഈ നടൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ എക്സ്പ്രഷൻ. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കണത്? ഇത് ആരെ ഇത് ഫലിപ്പിക്കുകയാണ്? ഇങ്ങനെ ഇത്രയും വലിയൊരു പൊട്ട സിനിമയാണ് ഇത്. പൊട്ട സിനിമയാണ്. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ തുടരുമെന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഞാൻ റിവ്യൂ എടുത്ത ആളാണ്. ലാലേട്ടൻ്റെ ഒരു പക്ക ഫാനാണ് ഞാൻ. എല്ലാ സിനിമകളും ഇവിടെ ലാലേട്ടൻ്റെ കഴിഞ്ഞ സിനിമകൾക്കൊക്കെ ട്രോൾ വന്ന സമയത്തും ലാലേട്ടനെ ഉയർത്തി കാണിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് തുടർന്ന് കൊടുത്തു. അതിന് മുമ്പ് ഇറങ്ങി അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക് പോലും റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം അഭിനയിക്കാൻ പാടില്ലെന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ കാല് പിടിച്ചു പറയണം ലാലേട്ടനോട്, ഇത്തരം സിനിമകളിലൊന്നും ഇങ്ങനെ പോയി അഭിനയിക്കരുത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് റീയൂണിയൻ നടത്താറില്ല ഇപ്പോഴൊക്കെ, കോളേജിലൊക്കെ പണ്ട് പഠിച്ച്. ഇത് വാർദ്ധക്യത്തിൽ, അതായത് തീരാൻ പോകുന്ന കുറേ കഥാപാത്രങ്ങളെ, അവസാനിക്കാൻ പോകുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് റീയൂണിയൻ നടത്തിയ സിനിമയാണ് ഈ കണ്ണപ്പ. ശരിക്കും റീയൂണിയനാണിത്. അവർ കോളേജ് മാറ്റിയിട്ട് ഇതൊരു സിനിമയാക്കി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും